ഹലോ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ അവതരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫിനിഷായ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഗെയിം പ്ലാനിങ്ങും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പോയതും, അതുപോലെ ഗിൽ ക്യാപ്റ്റനായി വൺ ഡേ മാച്ചിലും വന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെയും കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും, ഈ 3 സീനിയേഴ്സ് പ്ലെയേഴ്സും ഈ വരുന്ന ഓസ്ട്രേലിയ ഇന്ത്യ വൺ ഡേ മാച്ചിന് ശേഷം വിരമിക്കാൻ സാധ്യത വളരെ ഏറെ കൂടുതലാണ്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിലുള്ള പുതിയ ക്രിക്കറ്റ് താരങ്ങൾ എല്ലാം തന്നെ വളരെ നല്ല ഫോമിലും വളരെ നല്ല രീതിയിൽ കളിക്കുന്നവരാണ്. വിരാട് കോഹ്ലി നന്നായി കളിക്കുന്ന പ്ലെയറാണ്, രോഹിത് ശർമ്മയും നന്നായി കളിക്കുന്ന പ്ലെയറാണ്. ബട്ട് ഇവരുടെ അഭാവം ഇന്ത്യൻ ടീമിൽ ഒരിക്കലും ഒരു പ്രശ്നമേ അല്ല. കാരണം ഇന്ത്യയിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇന്ത്യയിൽ നന്നായി കളിക്കുന്ന അഭിഷേക് ശർമ്മയും തിലക് വർമ്മ, അതുപോലെയുള്ള യങ് പ്ലെയേഴ്സ്, സഞ്ജു സാംസൺ, ഇവർക്കൊക്കെ കളിക്കാൻ ഉള്ളൊരു ചാൻസ് കിട്ടുന്നതാണ്. അതുമാത്രമല്ല, സൂര്യകുമാർ യാദവ് കഴിഞ്ഞ കളികളിൽ വളരെ ദയനീയമായ പ്രകടനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയുന്ന കാര്യം, സൂര്യകുമാർ യാദവ് കുറച്ചും കൂടി കളിയിൽ ശ്രദ്ധിച്ച് വളരെ പക്വതയോടെ കളിക്കേണ്ടതാണ്. ഇവിടെ ചിലപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ടായിരിക്കാം, ക്യാപ്റ്റൻ്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം വിക്കറ്റ് പെട്ടെന്ന് പോകുന്നത്. എന്നാലും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അങ്ങനെയുള്ള അവസരങ്ങൾ തരണം ചെയ്യാനുള്ള മെൻ്റൽ പവറും, അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇനി അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യ